ഹായ്. പുതിയൊരു സിനിമ കണ്ടു. സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയ പ്രണയകഥ. ഇത് നമ്മുടെ എന്നാത്താൻ കേസുകൂടിന്റെ ഡയറക്ടർ രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് ഇതിന്റെ സംവിധാനവും തിരക്കഥയും നിർവഹിച്ചിട്ടുള്ളത്. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത് ഇതൊരു പരീക്ഷണ ചിത്രമായിട്ടാണ് എടുത്തിട്ടുള്ളത്. അവര് ആ ഒരു പ്രൊമോഷന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊരു സ്പിൻ ഓഫ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നാണ്. എനിക്കും അത് തന്നെയാണ് തോന്നിയത്. പല സ്ഥലത്തുനിന്നും ഒരു റൂമേഴ്സ് ഉണ്ടായിരുന്നു ഈ ഫിലിം എന്നാത്താൻ കേസുകളുടെ സ്പിൻ ഓഫ് ആയിട്ടാണ്. പക്ഷെ ഇതൊരു പ്രോപ്പർ സ്പിൻ ഓഫ് അല്ല. ആ എന്നാത്താൻ കേസുകൾ എന്ന മൂവിയിലെ രണ്ട് ക്യാരക്ടേഴ്സ് സുരേഷനും സുമലതയും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അവരുടെ പ്രണയം, അവരെ എങ്ങനെ കണ്ടുമുട്ടി, അവരുടെ പ്രണയം എങ്ങനെ മുന്നോട്ട് പോകുന്നു, അവരുടെ ജീവിതത്തിൽ അവര് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, ആ ഒരു ആസ്പെക്റ്റ് ആണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇത് ഒരു പാരലൽ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം എന്നാത്താൻ കേസ് കൂടിനോട്. മൊത്തത്തിൽ സിനിമ കണ്ട സമയത്ത് എനിക്കൊരു ഒരു 70-75% ഹാപ്പിയാണ് ഞാൻ സിനിമ കണ്ട സമയത്ത്. എന്തത്ര പെർസെൻറ്റേജ് കുറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് ഹാഫിൽ അവര് ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി കമ്മ്യൂണിക്കേറ്റീവ് ആയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കമ്മ്യൂണിക്കേറ്റീവ് ആയില്ല ഇൻ ദ സെൻസ്, ഇപ്പൊ ഒരു 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 ലൂപ്പ് സിനിമ എടുക്കുക, ഒരു ടൈം ലൂപ്പ് അല്ലെങ്കിൽ ഒരു റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്ന സിനിമ. അപ്പോൾ ഒരേ തരത്തിലുള്ള കാര്യങ്ങൾ പല കാലഘട്ടത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് ആ സാധനം കമ്മ്യൂണിക്കേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടം ഇപ്പോൾ പാസ്റ്റിലെ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് കാണിക്കുക, പ്രസന്റിലെ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് കാണിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ട് ആ സാധനം വരും, വീഡിയോ ഫോർമാറ്റിൽ വരും. പക്ഷേ ഈ സിനിമയിൽ എന്താ വെച്ചാൽ പാസ്റ്റിൽ സംഭവിച്ചതും പ്രസന്റിൽ സംഭവിക്കുന്ന കാര്യങ്ങളും അവര് മിക്സ് ആയിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ചുരുളി ഫിലിം ഉള്ള ആളാണ്, ഒരു ക്യാരക്ടറാണ് നമ്മളെന്ന് സങ്കല്പിക്കുക. നമ്മളിപ്പോ ഒരു 50 വർഷം മുമ്പ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൈ കഴുകാൻ പോയിട്ട് നമ്മൾ കൈ കഴുകി തിരിച്ച് ഡൈനിങ് ടേബിളിൽ വന്ന് ഇരിക്കുന്ന സമയം കാണിക്കുന്നത് പ്രസന്റ് ആണെന്ന് വെച്ചോ. അതായത് കൈ കഴുകിയത് പാസ്റ്റ്, വന്നിരിക്കുന്നത് പ്രസന്റ്. അപ്പൊ അങ്ങനത്തെ ആ ഒരു സംഭവത്തിൽ ആ ഒരു മിസ്മാച്ച് ഉണ്ടല്ലോ ടൈമിങ്ങിൽ. ടൈമിങ്ങിലല്ല, ആ ടൈം എഡിറ്റ് ചെയ്ത് ഫിലിം മോഡായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ, ആ ഒരു സാധനം ആ ഫസ്റ്റ് ഹാഫിൽ ഉടനീളം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിന്റെ വേറൊരു ആസ്പെക്ട് ഞാൻ ചിന്തിച്ചപ്പോൾ ചിലപ്പോൾ അവര് ആ ഒരു കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിങ്ങിന് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടായിരിക്കാം കൺസീവ് ചെയ്തിട്ടുണ്ടാവും. മേ ബി ഇത് OTT ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി കണക്ട് ആവാൻ സാധ്യതയുണ്ട്. വേറെയും കുറച്ച് ലെയറുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ട് കൂടി എനിക്ക് അനുഭവപ്പെട്ടു. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഒരു പ്രോപ്പർ സിനിമ ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ കാണിച്ചിട്ടുള്ളത് സെക്കൻഡ് ഹാഫാണ്. ആ സെക്കൻഡ് ഹാഫിൽ തന്നെ കഥയിൽ മുന്നോട്ട് പോകുന്ന കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന എലമെന്റ്സ് എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടായിരുന്നു. എന്താണ് സിനിമയിൽ സംഭവിക്കുന്നത് നമ്മളെ എൻഗേജ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് മുന്നോട്ട് പോകും തോറും ഇനി എന്ത് നമ്മുടെ ഈ പ്രൊട്ടഗോണിസ്റ്റിന്, നമ്മുടെ നായകന് സംഭവിക്കും, സുമലതയുമായിട്ട് വീണ്ടും ഒന്നിക്കുമോ, അതോ അവര് വീണ്ടും പിരിയേണ്ടി വരുമോ, എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാവും സെക്കൻഡ് ഹാഫ് ഉടനീളം. പക്ഷെ ഈ ഫസ്റ്റ് ഹാഫിലെ ഈ സംഭവം അവിടെ നിൽക്കെ തന്നെ സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി എന്റർടൈനിങ്ങും എൻഗേജിങ് ആയിട്ട് തോന്നി. പിന്നെ ഇതിലെ പെർഫോമൻസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിനെ എടുത്താലും, എസ്പെഷ്യലി അവരുടെ സിനിമകൾ കണ്ടുവരുന്ന പോലെ തന്നെ കാസർഗോഡ് ഏരിയയിലുള്ള ആ ഒരു സ്ലാങ്ങിൽ വെച്ച് സംസാരിക്കുന്ന ആ സ്ലാങ്ങിൽ സംസാര രീതി കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകം ഉണ്ട്. നമ്മൾ കുറെ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഇതിലും ആ ഒരു സ്ലാങ് വെച്ചിട്ടുള്ള കുറച്ച് കൗണ്ടർ പരിപാടികളൊക്കെ ഭൂരിഭാഗ സമയത്തും വർക്കൗട്ട് ആയിട്ടുണ്ട്. രാജേഷ് മാധവൻ അവതരിപ്പിച്ചിരിക്കുന്ന സുരേഷൻ എന്ന് പറയുന്ന ക്യാരക്ടർ, അദ്ദേഹം ആ ഒരു ക്യാരക്ടറിന്റെ എല്ലാ ഇമോഷണൽ തലങ്ങളും നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ആക്ടിങ്ങിലൂടെ എന്തായാലും സാധിച്ചിട്ടുണ്ട്. പിന്നെ സുമലത, അത് എന്നാത്താൻ കേസുകളുള്ള അതേ സാധനം കുറച്ച് ഇമോഷൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എക്സ്പ്രസീവ് ആയിട്ട് കാണിക്കാനുള്ള ഒരു ക്യാരക്ടർ കൂടിയായിരുന്നു ഈ സിനിമയിലോട്ട് വന്നപ്പോൾ. അത് അവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ തമ്മിലുള്ള ആ കെമിസ്ട്രി ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു പ്രണയത്തിൽ സംഭവിക്കുന്ന കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വേറൊരു ലെയർ എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ഒരു ഗംഭീര പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട്. പൊളിറ്റിക്സ് എന്താ വെച്ചാൽ ഇപ്പൊ ഈ ഒരു കറന്റ് സെനാരിയോയിലുള്ള ഇന്ത്യൻ പൊളിറ്റിക്സിൽ വരെ ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ജാതി പൊളിറ്റിക്സിനെ കുറിച്ച് ഒരു ലെയർ ഇതിൽ സംസാരിക്കുന്നുണ്ട്.
അത് എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാലും കണ്ടു കഴിഞ്ഞാലും എത്ര പേർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ആവുമെന്നോ എത്ര പേർക്ക് കണക്ട് ആവുമെന്നോ അറിയില്ല. പക്ഷേ നമ്മൾ ഈ കാസ്റ്റിന്റെ ബേസിലുള്ള വേർതിരിവുകൾ, അത് ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഒരു മാരേജിന്റെ സമയത്താണെങ്കിൽ പോലും അത് എങ്ങനെയൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത്. മേ ബി ഇപ്പോൾ ഇത് കാണുന്ന ചിലവർ തന്നെ വിചാരിക്കുന്നുണ്ടോ ഇപ്പോൾ കേരളത്തിൽ എവിടെയാണ് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്, എല്ലാവരും ഈക്വൽ അല്ലേ? അങ്ങനെയൊന്നുമല്ല. ചില കാര്യങ്ങൾ ഇപ്പോഴും സട്ടിലായിട്ട് വർക്ക് ആവുന്നുണ്ട്. അത് ഈ സിനിമയിൽ കാണിക്കുന്ന സമയത്ത് ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഇൻ കേസ് ആ ഒരു രീതിയിലുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇത് കണക്ട് ചെയ്യും ഈ സിനിമ. അതിൽ ഈ പറയുന്ന പോലെ നമ്മൾ ആ സിനിമ ടൈറ്റിൽ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ആ മാരേജ് ആ ഒരു ഏരിയയിലോട്ട് വരുന്ന സമയത്ത് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, വാട്ട് ഓൾ തിങ്സ് ആർ ദേ ആർ കൺസിഡറിങ്, ആ ഒരു കാസ്റ്റ് മെന്റാലിറ്റി, നമ്മൾ ഉയർന്ന ജാതിക്കാരാണെന്നുള്ള ആ സംഭവം മനസ്സിൽ പേറിക്കൊണ്ട് നടക്കുന്നവരുടെ ഉള്ളിൽ സപ്പോസ് അവരിപ്പോ എല്ലാവരും ഒരേ ഫൈനാൻഷ്യൽ കാറ്റഗറി ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആളുകളാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ പോലും ചില സാഹചര്യങ്ങൾ അത് എങ്ങനെയാണ് സട്ടിലായി നടന്ന കാര്യങ്ങൾ പെട്ടെന്ന് അവർ ലൗഡായിട്ട് ഏത് രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുക, ഏത് സാഹചര്യത്തിലാണ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ തൊട്ട് പോകുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ വളരെ കൺവിൻസിങ് ആയിട്ട് വന്നിട്ടുമുണ്ട്. പിന്നെ ഇതിൽ വേറൊരു സംഭവം പറയാനെന്താ വെച്ചാൽ ദൈവങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദൈവങ്ങളും ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്രസന്റ് സെനാരിയോകൾ അത് തമ്മിൽ എങ്ങനെയാണ് റിലേഷൻ, അത് വളരെ വാസ്റ്റ് ആയിട്ട് പറയുന്നില്ല. എന്നാലും ആ ഒരു ഒന്നോ രണ്ടോ സീനുകളിൽ അത് അവർ ചുമ്മാ ഒരു കൗണ്ടർ അടിക്കുന്ന സമയത്തുള്ള ഡയലോഗിലൂടെ അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇന്റൻഷനലി വന്നതാണോ അതോ ഒരു തമാശ രൂപേണ പറഞ്ഞപ്പോൾ അത് പൊളിറ്റിക്കലായി മാറിയതാണോ എന്ന് പോലും എന്നും അറിയില്ല. എന്തായാലും അത് ആ ഒരു രണ്ട് സാധനം, ഈ കാസ്റ്റ് പൊളിറ്റിക്സും അതുപോലെ തന്നെ ഈ പ്രസന്റ് ഇന്ത്യൻ പൊളിറ്റിക്സുമായിട്ട് കുറച്ചും മിക്സ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചില ഘട്ടങ്ങളിൽ ഈ സിനിമ ഒരു വേറെ 2-3-4 ലെയറും കൂടി അധികം ഉള്ള ഒരു സിനിമയാണോ എന്ന് എനിക്ക് തോന്നി സെക്കൻഡ് ഹാഫിലെ ചില ഭാഗങ്ങളൊക്കെ കണ്ട സമയത്ത്. ടൈംലു സിനിമകൾ നമ്മൾ ആസ്വദിക്കുന്ന ആസ്വാദകരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. അതിൽ ഈ നടക്കുന്ന സംഭവങ്ങൾ, ഈ സിനിമയിൽ നടക്കുന്ന സംഭവങ്ങൾ അസോസിയേറ്റഡ് വിത്ത് ടൈം ലൂപ്പ്, അതായത് മുന്നേ സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും സംഭവിക്കുന്നു, അങ്ങനെയുള്ള ഒരു ഗതിയിലൂടെയാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നതെന്ന് കാണിക്കാൻ അവർ ചില മെറ്റഫറുകൾ കാണിക്കും. ഈ സിനിമയിൽ അങ്ങനെ ചില മെറ്റഫറുകൾ അവർ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് അവര് സിനിമയെ വിഷ്വലി അപ്പീലിംഗ് ആക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനത് ഒറ്റത്തവണ ഉള്ള ഒരു കാഴ്ചയിൽ എനിക്കത് തോന്നി. മേ ബി ദേ ആർ യൂസിങ് സം മെറ്റഫർ ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ഈ സിനിമ ഒരു ടൈം ലൂപ്പ് സിനിമ, കുറച്ച് ഭാഗങ്ങൾ ടൈം ലൂപ്പ് ആണോ എന്നൊരു സംശയം എൻ്റെ ഉള്ളിലുണ്ട്. എന്തായാലും ഈ സിനിമ OTT വരുന്ന സമയത്ത് ഒന്നും കൂടി ഇരുന്ന് കാണാൻ ഒരു പ്ലാൻ ഉണ്ട്. ഫിലിം എന്തായാലും നമുക്ക് ഒരു സിനിമാസ്വാദകൻ എന്ന നിലയിൽ നമ്മൾ അത്രയായിട്ട് നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 70-75% നമുക്ക് എന്റർടൈനിങ് ആയിട്ട് തന്നെയാണ് സംഭവങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പെർഫോമൻസ് ആയാലും പിന്നെ ഇതിന്റെ വിഷ്വൽ ഡിപ്പാർട്ട്മെന്റ്, അതായത് സിനിമാറ്റോഗ്രാഫി കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അപ്പീലിംഗ് ആയിട്ടാണ് എല്ലാ ഷോട്ട്സും എടുത്തു വെച്ചിട്ടുള്ളത്. ചില സാഹചര്യങ്ങൾ അത് നമുക്ക് ഒരു ഫാന്റസി എലമെന്റ് ഈ സിനിമയിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ കാരണം ഈ ഒരു വിഷ്വൽ ഡിസൈൻ ആയിരിക്കും. ചില ഷോട്ടുകളൊക്കെ കാണുന്ന സമയത്ത് കുറച്ച് ഡ്രീമി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതും ഈ ടൈം ലൂപ്പ് സംഭവം പിന്നെ അതുപോലെ തന്നെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന കാര്യങ്ങളും എല്ലാം കൂടി ആവുമ്പോൾ ഇതിലൊരു വേറെ തലം ഉണ്ടെന്നുള്ള ഒരു സംശയം നമ്മുടെ ഉള്ളിൽ ജനിക്കും. എന്തായാലും ഈ സിനിമ 2-3 തവണ കണ്ട് ഒന്നുകൂടി വിലയിരുത്താനുണ്ട്. നിങ്ങളിപ്പോ ഈ തിയേറ്ററിൽ പോകുമ്പോൾ നിങ്ങളൊരു സിനിമ ആസ്വാദകൻ, ഒരു ഹാർഡ് കോർ സിനിമ ആസ്വാദകനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീനായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ എൻജോയ്മെന്റ് ഉള്ള എലമെന്റ്സ് എന്തായാലും കിട്ടും. എസ്പെഷ്യലി ഇൻ സെക്കൻഡ് ഹാഫ്. ഒരു നോർമൽ സിനിമാ പ്രേമിയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാം പകുതി നല്ല ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെ കിട്ടും. അതിൽ ഒരു സംശയമില്ല. എന്തായാലും നിങ്ങൾ പോയിട്ട് വാച്ച് ചെയ്യുക. എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ അടിയിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.